നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ മലകളുടെ ഉന്നത സ്ഥലങ്ങളിലൊക്കെ വളരുന്ന ദേവദാരു പോലെയുള്ള വൃക്ഷങ്ങൾ അല്ലേ? അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദേവദാരു എന്ന് പറഞ്ഞ വൃക്ഷമൊന്നും കടപുഴകി വീഴത്തില്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൃക്ഷം വളരുന്നത് താഴ്ചയിലല്ല, വാലിയിലല്ല, താഴ്വരകളിലല്ല, മറിച്ച് ദേവദാരു വളരുന്നത് അത് ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകൾ വശങ്ങളിലാണ് അല്ലേ? വേദപുസ്തകം പറയുന്നു, ലെബാനോനിലെ ദേവദാരു പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലങ്ങളിൽ, മഞ്ഞു പെയ്യുന്ന സ്ഥലത്ത്, നല്ല ശക്തമായ കാറ്റടിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ദേവദാരു വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല കാറ്റുകൾ ഇതിനെ അടിക്കുമ്പോൾ ഇതിനറിയാം, ഈ കാറ്റിനെ പറിക്കാൻ സാധ്യതയുണ്ട്, എൻ്റെ അടിസ്ഥാനം ഇളക്കാൻ സാധ്യതയുണ്ട്, വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ദേവദാരു എന്താ ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ വേരുകൾ പിന്നെയും ആഴങ്ങളെ തേടി യാത്ര ചെയ്യും. സോ ഓരോ കാറ്റടിക്കുമ്പോഴും അതിനറിയാം, പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല അല്ലേ, ഞാൻ വീഴാൻ അനുവദിക്കത്തില്ല, അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറക്കും. ഞാൻ പറയട്ടെ, നിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിനക്ക് നേരെ ആഞ്ഞടിക്കുന്ന കാറ്റുകളുടെ മധ്യത്തിൽ നീ വീണു പോകാതിരിക്കേണ്ടതിന് നിന്റെ വേരുകളെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കുവാൻ, റൂട്ടഡാക്കുവാൻ തക്കവണ്ണമാണ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തകർക്കാൻ ഒരു ശക്തി ഉണ്ടെങ്കിൽ വളർത്താൻ ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്നെ നിന്ദിക്കാൻ ഒരു പിശാചുണ്ടെങ്കിൽ നിന്നെ മാനിക്കാൻ സർവശക്തനായ ദൈവമുണ്ട്. അല്ലെങ്കിൽ നിന്നെ ഇകഴ്ത്തിക്കളയുവാൻ ഒരു ശത്രുവിന് പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെ പുകഴ്ത്തുവാൻ നിന്റെ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് സാധിക്കുമെന്ന് ഇന്ന് പകൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് റൂട്ടഡ് എങ്ങനെ? ദൈവത്തിന്റെ വചനത്തിൽ എനിക്ക് റൂട്ടനാകണം. എവിടേക്ക്? പരിശുദ്ധാത്മാവിന്റെ നദിയിലേക്ക് എനിക്ക് റൂട്ടനാകണം. എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിഞ്ഞിട്ട് എനിക്ക് റൂട്ടനാകണം. എൻ്റെ കർത്താവിനോട് ഏറ്റവും അടുത്തിരുന്നിട്ട് എനിക്ക് റൂട്ടനാകണം എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്.